ചിലപ്പോൾ നമുക്ക് തോന്നും നമ്മൾ മാത്രമേ വിശുദ്ധരുള്ളൂ, നമ്മൾ മാത്രമേ പെർഫെക്റ്റ് ഉള്ളൂ, നമ്മൾ മാത്രമേ ദൈവത്തിന് പ്രിയപ്പെട്ടവരുള്ളൂ, ബാക്കിയുള്ളവരെല്ലാവരും വേസ്റ്റ് എന്ന് പറയുന്ന സ്പിരിച്വൽ പ്രൈഡ് എന്ന് പറയുന്ന ആത്മീയ നിഗളം, ആത്മീയ അഹങ്കാരം. ഞാൻ സെക്കൻഡ് സെഷൻ ഇങ്ങനെ പറഞ്ഞു, സ്തോത്രം. ലൂസിഫർ കെരൂബായിരുന്നല്ലോ, ലൂസിഫർ കെരൂബായിരുന്നു. ഈ മിഖായേലും അതുപോലെ ഗബ്രിയേലും കെരൂബല്ലായിരുന്നല്ലോ, ആർക്കേഞ്ചലായിരുന്നു. കെരൂബ് എന്ന് പറയുന്നത് ലൂസിഫർ കെരൂബായിരുന്നു. ഓ, ഞാൻ മാത്രമോ കെരൂബ് കേട്ടോ. അവൻ എന്നെ പോലെയല്ല. ആരെ? മിഖായേലേ എന്നെ പോലെയല്ല. മറ്റവനോ? അവനും എന്നെ പോലെയല്ല. ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ മാത്രമേ കെരൂബുള്ളൂ. വേറെ ആരും കെരൂബില്ല ഈ പട്ടണത്തിൽ. മറ്റുള്ള ബാക്കിയുള്ള എല്ലാം വേസ്റ്റ്, ഞാൻ മാത്രം കെരൂബ് എന്ന് പറഞ്ഞവനെ ദൈവം ചെയ്യുന്നറിയോ? ചോപ്പ് ചെയ്ത് ദൈവം ചോപ്പ് ചെയ്ത് ദൈവം വെട്ടി എറിഞ്ഞു കളഞ്ഞു. അതുകൊണ്ട് ദൈവം മേഴ്സി സീറ്റിന്റെ മുകളിൽ, കൃപാസനത്തിന്റെ മുകളിൽ ഒരു കരൂപിനെ, പരസ്പരം കണ്ടിരുന്നോ എന്ന് പറഞ്ഞ രണ്ട് കരൂപിനെ ഇരുത്തി. അപ്പൊ രണ്ട് കരൂപ് ഇരിക്കുമ്പോ എനിക്കില്ലാത്ത നിങ്ങൾക്കുണ്ട്, എനിക്കില്ലാത്ത നിങ്ങൾക്കുണ്ട്, നിങ്ങൾക്കില്ലാത്ത എനിക്കുമുണ്ട്. 7000 പേര് ദേശത്തുണ്ടെങ്കിലും ഞാൻ ഒരുത്തൻ മാത്രം എന്ന് പറയുന്നത് പ്രൈഡാണ്. ബാലന് മുട്ടുമടക്കാത്ത 7000. നീ നിന്റെ തിരുവനന്തപുരം കണ്ണുകൊണ്ട്, പൊട്ട കണ്ണുകൊണ്ട് നീ നോക്കുമ്പോൾ, പൊട്ട അണലി പോലെ നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നു നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മളെക്കാളും പ്രാർത്ഥിക്കുന്ന വെച്ചാൽ നമുക്ക് യൂട്യൂബും നമുക്ക് ഫേസ്ബുക്കും ഈ മാങ്ങാത്തുലി ഉള്ളത് കൊണ്ട് നമ്മൾ ഫേമസ് ആയിരിക്കും. നമ്മളെക്കാളും കർത്താവിനെ സ്നേഹിക്കുന്ന, നമ്മളെക്കാളും വിശുദ്ധിയിൽ നിൽക്കുന്ന, നമ്മളെക്കാളും പ്രാർത്ഥിക്കുന്ന, നമ്മളെക്കാളും നിഷ്കളങ്കമായി സ്നേഹിക്കുന്ന നൂറുകണക്കിന് പാസ്റ്റർമാർ ഈ ജില്ലയിലുണ്ട്. ഈ ജില്ലയിലുണ്ട്. അപ്പോൾ അടുത്ത ജില്ലകൾ കന്യാകുമാരി താഴേക്ക് പോകുമ്പോൾ കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, വയനാട്, എൻ്റെ ഇപ്പുറത്ത് ഇടുക്കി, ആയിരങ്ങളുണ്ടാവും. നമ്മൾ ഈ പരിപാടിയെല്ലാം കൂടെ ഇങ്ങനെ ചുമന്ന അവസാനം തീയിലൂടെ കയറി ഇറങ്ങുമ്പോൾ, തീയിലൂടെ ടെസ്റ്റ് ഉണ്ടല്ലോ, പക്ഷെ എത്ര പറഞ്ഞാലും ചിലത് ഗുണപ്പെടത്തില്ല. തീയിലൂടെ കയറി ഇറങ്ങുമ്പോഴേക്കും സ്തോത്രം, അപ്പോഴാണ് അതിൻ്റെ ജെന്യൂനിറ്റി വെളിപ്പെടുന്നത്.